ഹലോ ഡിയേഴ്സ്, വയനാടൻ സഫാരിയുടെ പാർട്ട് 2 വീഡിയോ ആണിത്. അപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് 900 കണ്ടി ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോവുകയാണ്. മെയിൻ റോഡിൽ നിന്ന് ഓഫ് റോഡ് ഒരു 6 കിലോമീറ്റർ മുകളിലേക്ക് കയറിയാലാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. പ്രൈവറ്റ് വണ്ടികൾ അകത്തേക്ക് കടത്തി വിടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സോ നമ്മൾ ജീപ്പിനാണ് താഴത്തുനിന്ന് മുകളിലേക്ക് പോവുക. നടന്നു പോകേണ്ടവർക്ക് പോകാമെന്ന് തോന്നുന്നു, അതും കറക്റ്റ് അറിയില്ല. ഒരേ സമയം ജീപ്പുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ചില സമയങ്ങളിൽ ജീപ്പ് ഇതേപോലെ നിർത്തിയിടേണ്ടി വരാറുണ്ട്. ഇഷ്ടംപോലെ ജീപ്പുകളുണ്ട്. ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ജീപ്പ് സഫാരിക്ക് 1200 രൂപയാണ് ആകെ ചാർജ് അവർ ചെയ്യണത്. അതിൽ മാക്സിമം 8 പേരെയൊക്കെ കയറ്റും എന്നാണ് എനിക്ക് തോന്നണേ. പക്ഷെ ഞങ്ങൾ 5 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 3 പേരും പ്ലസ് വേറെ 2 പേര് ഹിന്ദിക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. സോ 1200 ഞങ്ങൾ ഡിവൈഡ് ചെയ്തത്, അവർ 2 പേരും കൂടി 500ഉം ബാലൻസ് ഉള്ളത് ഞങ്ങൾ 3 പേരും ഡിവൈഡ് ചെയ്തെടുത്തു. ആൻഡ് ആക്ച്വലി നമ്മൾ ഒരാളെയും കൂടി കിട്ടുമോ എന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് 200 രൂപ വെച്ച് എല്ലാവർക്കും എടുക്കാമായിരുന്നല്ലോ. പക്ഷേ നമുക്കങ്ങനെ ഒരാളെ മാത്രമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ നടുവേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഓഫ് റോഡ് ജീപ്പ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നടുവിനൊരു തീരുമാനമായിക്കോളും. 2 ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ സ്പോട്ടുകളുണ്ട്. ആദ്യത്തേത് കുറച്ച് ചെറുതാണ്, പിന്നെ അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് നമുക്കറിയില്ല. അത് ഈ ഒരു ഏരിയയിലായിട്ടാണ് അത് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും മുകളിൽ വേറൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോണത്. അന്നത്തെ ടിക്കറ്റ് റേറ്റ് ഒരാൾക്ക് 200 രൂപയായിരുന്നു. അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്ന് ആർച്ചറി ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാം, ട്രീ ടോപ്പ് വ്യൂ പോയിന്റിൽ കയറാം, ദെൻ ക്രിക്കറ്റ് നെറ്റ് പ്രാക്ടീസും റോപ്പ് പ്ലേ ഏരിയയും ഉണ്ടായിരുന്നു. ചെന്നപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ കയറാനായിട്ട് നല്ല തിരക്കായിരുന്നു. സോ നമ്മൾ ആ തിരക്കൊന്ന് കുറയട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. നല്ല കാറ്റായിരുന്നു. അതിനിടയിൽ നമ്മളിതാ ഈ ഒരു ചെറിയ ഊഞ്ഞാലിലൊക്കെ ആടി അവിടെ എൻജോയ് ചെയ്തിരുന്നു. ശരിക്കും നമുക്ക് ആ ടിക്കറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എത്ര സമയം വേണമെങ്കിലും അവിടെ നിൽക്കാം. പക്ഷേ നമ്മുടെ ജീപ്പ് 1 അവറേ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുള്ളൂ. 1 അവറാണ് അവർ പറഞ്ഞേക്കണ സമയം. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ എല്ലാ ആക്ടിവിറ്റീസും ചെയ്തിട്ട് അതൊക്കെ എൻജോയ് ചെയ്തിട്ട് പോകാമെന്ന് പറയണത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല ഇഫ് ഇറ്റ് ഇസ് ക്രൗഡഡ്. നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ അങ്ങനെ ഒന്ന് തിരക്ക് പറഞ്ഞപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. കാരണം സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നമ്മൾ പോയി കയറിയില്ലെങ്കിൽ ബാക്കിയുള്ളതിലും കൂടി നമുക്ക് എന്തെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മളവിടെ ടിക്കറ്റ് കാണിച്ചു. ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാൻ പോവാണ്. ബെയർ ഫൂട്ടായിട്ട്, ചെരുപ്പ് നമ്മുടെ യൂസ് ചെയ്യാൻ പാടില്ല ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറുമ്പോൾ. അത് അതിന് മുന്നേ അഴിച്ചു വെക്കണം. അഴിച്ചു വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ നിലത്ത് കുത്തണത് ആക്ച്വലി ഒരു ഗ്രില്ല് പോലത്തെ സംഭവങ്ങളാണ്. എന്ത് തണുപ്പാണെന്നറിയോ, മഴ പെയ്തും കൂടി കിടക്കണോണ്ട് ഗ്ലാസ്സുമ്മയും ഒക്കെ വെള്ളം ഉണ്ടായിരുന്നു. സോ നമ്മൾ ആ തണുപ്പിലേക്കാണ് കാലെടുത്ത് വെച്ചത്. പക്ഷേ ഇറ്റ് വാസ് നൈസ്. ഭയങ്കര രസം. നമുക്ക് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണല്ലോ, താഴത്തേക്കൊക്കെ കാണാം. വെള്ളം കിടക്കുന്നുണ്ട്, നല്ല തണുപ്പ്, നല്ല ക്ലൈമറ്റ്. വ്യൂ ആണെങ്കിൽ അതിലും അടിപൊളി. സോ ഇറ്റ്സ് എ 1 വേ. നമ്മൾ നടന്ന് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അറ്റത്തെത്തും. അവിടെ നിന്നാൽ നമുക്ക് ആ വ്യൂ ഒന്ന് എൻജോയ് ചെയ്യാനും അതുപോലെ ഫോട്ടോസ് വീഡിയോസ് എടുക്കണമെങ്കിൽ അതിനുള്ളൊരു സാവകാശം കിട്ടും. അല്ലാതെ മാറും മതി കണ്ടത് എന്നൊന്നും പറഞ്ഞവർ നമ്മളെ പെട്ടെന്ന് പറഞ്ഞയക്കൊന്നുമില്ല. പെട്ടെന്നെന്ന് വെച്ചാൽ ഒരുപാട് നേരം ഒന്നും നിൽക്കാൻ പറ്റില്ല, എന്നാലും കുറച്ച് സമയമെങ്കിൽ കുറച്ച് സമയം നിൽക്കാൻ പറ്റും. അങ്ങനെ ഈ ബ്യൂട്ടിഫുൾ വ്യൂവും കണ്ടിട്ട് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ തിരിച്ച് നടക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലൊരു വലിയ ഊഞ്ഞാൽ കാണാം. എക്സ്ട്രാ പേയ്മെൻറ്റാണ് അവിടെ വരുന്നത്. ആൻഡ് നല്ല തിരക്കായതുകൊണ്ട് നമുക്കതിൽ കയറാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളത് എൻജോയ് ചെയ്തിട്ട് അടുത്തത് ട്രീ ടോപ്പ് വ്യൂ പോയിൻറ്റിലേക്ക് പോവുകയാണ്. ആ ഒരു പ്ലോട്ടിൽ ഇഷ്ടംപോലെ ഏലം കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. സോ നമ്മൾ ഒരു ഏറുമാടത്തിലേക്കാണ് കയറാൻ പോണത്. പക്ഷേ ഒരു ന്യൂജൻ അല്ലെങ്കിൽ ഒരു മോഡേൺ ഏറുമാടം. നമ്മളതിൻ്റെ മുകളിൽ കയറി അവിടെ നിന്നും ആ സെയിം നമ്മൾ ആ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് കാണുന്ന സെയിം വ്യൂ തന്നെയാണ് കാണുക. അവിടെ നിന്ന് കാണുന്ന അത്രയും വ്യൂ കാണാൻ പറ്റുമോ എനിക്കറിയില്ല. ബട്ട് ദെൻ ഒരു ഏരിയയൊക്കെ നമുക്ക് നന്നായിട്ട് കാണാമായിരുന്നു. എത്ര പെട്ടെന്ന് കോട വരുന്നതും പോണതും. ആ മലനിരകളിലൊക്കെ ഒന്ന് കയറാൻ പറ്റിയായിരുന്നെങ്കിൽ നമ്മൾ ശരിക്കും ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ടേബിൾ ടോപ്പിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങി വരുമ്പോഴാണ് അതേ മഴത്തുള്ളികൾ ഇങ്ങനെ ഇറ്റിട്ട് നിൽക്കണേ. കുറേ ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ഇറ്റ് കളഞ്ഞു. പക്ഷേ ഇതൊരു നൊസ്റ്റമാണ്. മഴ സമയത്ത് ബസ്സിൻ്റെ ജനൽ കമ്പികളിൽ ഇങ്ങനെ ഊറി നിൽക്കണ മഴത്തുള്ളികൾ ഉണ്ടാവില്ലേ, ആ വിരലുകൾ കൊണ്ട് നമ്മളിങ്ങനെ അതിനിങ്ങനെ തെന്നി മാറ്റുമ്പോൾ ഭയങ്കര രസം. എനിക്കതിഷ്ടമാണ് ചെയ്യാനായിട്ട്. അങ്ങനെ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടപ്പോഴും ഞാൻ വെറുതെ വിട്ടില്ല. നമ്മൾ അടുത്തത് പോണത് ആർച്ചറി ആൻഡ് റൈഫിൾ ഷൂട്ടിങ്ങിലാണ്. ഈ ആർച്ചറി നമ്മുടെ ടിക്കറ്റിൽ ഓൾറെഡി ഉള്ളതാണ്. റൈഫിൾ ഷൂട്ടിങ്ങിന് ആക്ച്വലി എക്സ്ട്രാ 50 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. ഏകദേശം 10 വർഷങ്ങൾക്ക് ഇപ്പറാണ് ഞാൻ റൈഫിൾ കൈകൊണ്ട് എടുക്കണത്. NCCയിൽ ഉണ്ടായിരുന്ന സമയത്തെ ഓർമ്മകളൊക്കെ ഇങ്ങനെ ശരിക്കും തികട്ടി വരുമായിരുന്നു.
ഞാൻ ഷിഫയും മാത്രമാണ് റൈഫിൾ ഷൂട്ടിങ് ചെയ്തുള്ളൂ. ടെൽമ ചെയ്തില്ല. പിന്നെ കുറേ നിർബന്ധിച്ചപ്പോൾ ടെൽമ ആർച്ചറിക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും ആർച്ചറി ചെയ്തു. എൻ്റെ അപ്പുറത്ത് തന്നെയായിരുന്നു കൗണ്ടർ. ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും 1 hour ആയി. അപ്പം ഞങ്ങൾ പിന്നെ ഓട്ടം ജീപ്പ് പോയാൽ പണിയാകും. സോ നമ്മൾ പ്ലേ ഏരിയ എവിടെയാണെന്ന് പോലും അന്വേഷിച്ചില്ല. പോണ വഴിക്ക് ക്രിക്കറ്റിൻ്റെ പ്ലേ ഏരിയ കണ്ടിരുന്നു. പക്ഷേ സമയമില്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് സങ്കടം വന്നു. എന്നാലും നമ്മളത് വിട്ടു. പിന്നെ ടോയ്ലറ്റിൽ പോലും ഒന്ന് പോകാനുള്ള ഗ്യാപ്പ് നമുക്കുണ്ടായില്ല. കറക്റ്റ് സമയമായി. ഈ റൈറ്റ് സൈഡിലാണ് ടോയ്ലറ്റ്. അതിനോട് അടുത്ത് തന്നെ ഒരു കഫറ്റീരിയ പോലെ ഒരു ഏരിയ ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഇറങ്ങി വരുമ്പോൾ ആ റൈറ്റ് സൈഡിൽ കാണുന്ന ക്രിക്കറ്റിൻ്റെ പ്ലേ സ്റ്റേഷൻ, അതിൻ്റെ അപ്പുറത്ത് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബൈ പറയാണ്. ശരിക്കും 1 hour തികയില്ല. അത്യാവശ്യം ക്രൗഡുള്ള സമയമാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുക. നമ്മൾ ചെറിയ ഈ ആർച്ചറി, റൈഫിള് അങ്ങനെയുള്ള ഏരിയയിലൊന്നും അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കൂടുതലും ഗ്ലാസ് ബ്രിഡ്ജിലും പിന്നെ ആ ഒരു വലിയ ഒരു ഊഞ്ഞാലില്ലേ, അവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായിരുന്നത്. അങ്ങനെ ജീപ്പ് സഫാരി കഴിഞ്ഞ് താഴെ എത്തിയപ്പോഴത്തേക്കും ടീ ടൈമായി. സോ ടെൽമ ഒരു ചായയും പഴംപൊരിയും, ഷിഫ ഒരു കോൺ ഐസ്ക്രീമും പഴംപൊരി കഴിച്ചു അറിയില്ല, പിന്നെ ഞാനൊരു ചോക്കോബാറും അല്ലാതെ ഒരു കോൺ ഐസ്ക്രീമും കൂടി കഴിച്ചു. അങ്ങനെ കാപ്പുടി കഴിഞ്ഞ് നമ്മൾ ഓട്ടോ അങ്കിൾ നമ്മളെ ടെൻറ്റിൻ്റെ അങ്ങോട്ടേക്ക് സേഫായിട്ട് കൊണ്ടുവന്നാക്കി. നമ്മൾ പേയ്മെൻറ്റൊക്കെ കൊടുത്തു. എൻ്റെ കൊടയവടി സാധനങ്ങൾ എന്തൊക്കെയോ ഞാൻ ഓട്ടോയിൽ വെച്ച് മറന്നു. അത് മറക്കാതെ പിറ്റേ ദിവസം രാജേഷേട്ടൻ്റെ അടുത്ത് കൊടുത്തു വിടുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ടെൻറ്റിലെത്തിയപ്പോഴത്തേക്കും രാജേഷേട്ടൻ്റെ അമ്മയാണത്. രാജേഷേട്ടൻ്റെ അമ്മ നമുക്ക് വേണ്ടിയിട്ട് കുറേ പാഷൻ ഫ്രൂട്ട് പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പാവം വയ്യാത്ത കാലം വെച്ച് ആ കയറ്റൊക്കെ കയറി വന്നതാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ഫ്രഷായി കഴിഞ്ഞിട്ട് ഈ പാഷൻ ഫ്രൂട്ട്, അവിടെ പഞ്ചസാര ഉണ്ടായിരുന്നു ഓൾറെഡി, അതും കൂട്ടി തട്ടി. ഇനി നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്തെ വിശേഷങ്ങളൊക്കെയാണ് പറയാൻ പോണേ. വില്ലോ ക്രീക്ക് എന്നാണ് ആ ഒരു സ്റ്റേയുടെ പേരുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ ഒരു പേരില്ല. അതിൻ്റെ പേര് മാറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ നമ്മൾ ഒരു 3 പേർക്ക് പറ്റിയൊരു ടെൻറ്റിലാണ് സ്റ്റേ ചെയ്ത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവൻ ഞങ്ങൾ കിടക്കുക മാത്രമല്ല, ഞങ്ങളുടെ ലഗേജുകൾ അതിൻ്റെ ഉള്ളിൽ വെക്കാനും ഞങ്ങളുടെ ഷൂസോ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് നല്ല പോലെ ഉണ്ടായിരുന്നു. തണുപ്പായതുകൊണ്ട് പുതപ്പും തലേണയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. സോ നമ്മൾ ഫ്രഷായിട്ട് കുറച്ച് നേരം അവിടെ ചുമ്മാ കിടന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ചധികം ടെൻറ്റുകൾ അവൈലബിൾ ആണ്. ഈ ഒരു ഞങ്ങൾ സ്റ്റേ ചെയ്ത ഏരിയയിൽ തന്നെ 2-3 എണ്ണം. അപ്പുറത്തെ ഏരിയയിൽ വേറെയും കുറേ സ്റ്റേജൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അതല്ലാതെ മഡ് ഹൗസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്ത ആ ഒരു ഏരിയയിൽ ഒരു കോമൺ ടോയ്ലറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ടോയ്ലറ്റ് കം ബാത്റൂം. അപ്പോൾ അതിന് ലേഡീസ് ജെൻസ് എന്ന് പറഞ്ഞ സെപ്പറേഷൻ അന്ന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. പിന്നെ ഇതേപോലെ ചാർജിങ് പോയിൻറ്റുകളുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴേക്കും പാട്ടൊക്കെ വെച്ച് ഒന്ന് ചില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സ്പീക്കറൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ബ്ലൂടൂത്ത് വഴി നമ്മുടെ ഫോണിൽ നിന്ന് പാട്ട് വെച്ച് അങ്ങനെ നമുക്ക് സ്പീക്കറിൽ കൂടെ കേട്ട് വൈബ് അടിക്കായിരുന്നു. പിന്നെ ഈ ഒരു ഏരിയയിൽ ചുറ്റും ഏലമാണ്. അതുകൊണ്ട് തന്നെ ഒരു തരം വണ്ട് എപ്പോഴും അവിടെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ഒരുപാടൊന്നുമില്ല, ഒരു 2-3 എണ്ണത്തിനൊക്കെ നമ്മൾ കണ്ടു. സോ അത് ടെൻറ്റിൻ്റെ അകത്ത് കയറാതിരിക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. സോ അതൊക്കെ കഴിഞ്ഞ് നൈറ്റ് നമ്മളെ രാജേട്ടൻ വന്ന് വിളിച്ചു, ക്യാമ്പ് ഫയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. ടെൽമ എന്നെ അട്ട പിടിക്കുമോ എന്ന് നോക്കി നടക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ അട്ട ടെൽമേനെയാണ് അന്ന് പിടിച്ചത്. ലൈറ്റൊക്കെ കൂടി വന്നപ്പോഴത്തേക്കും ഒരു വൈബ് പ്ലേസ്, എന്താ ഒരു ആംബിയൻസ് എന്നോ, അടിപൊളി വൈബായിരുന്നു കേട്ടോ. നല്ല കാറ്റ്, നല്ല തണുപ്പ്, അതിൻ്റെ ഇടയ്ക്ക് ക്യാമ്പ് ഫയറിന് വേണ്ടി ഫയർ സെറ്റാക്കുന്ന രാജേഷേട്ടൻ. ഞങ്ങൾ ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെയാണ് ബാക്കി അവിടെ ഉണ്ടായിരുന്നവരൊക്കെ വന്നത്. കപ്പിൾസായിട്ട് 2 ടീംസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേരും, പിന്നെ വേറെ സോളോ ട്രിപ്പ് അടിക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു, മൻസൂർ. അപ്പം ഞങ്ങൾ ഇത്രയും പേരൊക്കെ ആയിരുന്നു. സോ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഡാൻസൊന്നും കളിക്കാനായിട്ട്. ഞങ്ങൾ 3 പേരൊക്കെ തന്നെയാണ് പിന്നെയും കുറച്ച് എന്തെങ്കിലുമൊക്കെ കളിച്ചതെന്ന് തോന്നുന്നു. ഞാൻ അത്രയും കളിച്ചില്ല. ടെൽമേ ഷിഫയൊക്കെ ആയിരുന്നു പിന്നെയും കുറച്ച് എഫേർട്ട് എടുത്ത് അവരെന്തെങ്കിലുമൊക്കെ ഡാൻസ് കളിച്ചാൽ. ഞാൻ പിന്നെ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നടന്നു. ബാക്കി വേറെ ആർക്കും വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങൾ സ്റ്റേ ചെയ്ത ടെൻറ്റിൻ്റെ ആ ഒരു ഏരിയ ആണെങ്കിലും പിന്നെ അപ്പുറത്ത് കുറേ മുകളിലേക്ക്, അതായത് ഈ ക്യാമ്പ് ഫയർ നടക്കുന്നതിൻ്റെ അപ്പുറത്ത് വശത്ത് അവിടെയും കുറേ ടെൻറ്റുകളുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിലൊക്കെ ആണെങ്കിലും ഈ ഏലം തോട്ടവും ഈ ഒരു സ്റ്റേ ഏരിയ ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ, ഒരു വേലി പോലെ മുള കൊണ്ടാണ് എല്ലാം സെറ്റാക്കിയേക്കണേ. അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ ഭയങ്കര സേഫ് ആൻഡ് കംഫർട്ടബിൾ ആയിരുന്നു. ഉള്ള സൗകര്യത്തിൽ ഞങ്ങൾ ഹാപ്പി ആയിരുന്നു കേട്ടോ.
വെള്ളത്തിനൊന്നും അങ്ങനെ ക്ഷാമമൊന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ ടൈം നമുക്ക് വെള്ളം അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഭയങ്കര തണുപ്പായിരുന്നു എന്ന് മാത്രം. സോ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ എടുത്തേക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ 10 സ്റ്റേയും അപ്പോൾ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു. പ്ലസ് പിറ്റേ ദിവസത്തേക്ക് ഒരു ചെറിയൊരു ട്രക്കിങ്ങും പ്ലസ് ഒരു പുഴയിൽ പോയി കുളിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു സെറ്റപ്പാണ്. ചെറിയൊരു ട്രക്കിംഗ് എന്ന് വെച്ചാൽ അത്ര ചെറുതല്ല. സോ ഇത്രയും ഒരാൾക്ക് 1000 രൂപ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 10 സ്റ്റേ മാത്രം കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് 500 എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ സംഭവം കൂടി ചേർത്ത് എക്സ്ട്രാ ഒരു 500 കൂടി വരും. ഇത് ഞങ്ങൾ 1 ഇയർ മുന്നേ പോയ വിശേഷങ്ങളാണ് ഈ പറയണേ. സോ റേറ്റും സർവീസസൊക്കെ ഇപ്പോൾ വ്യത്യാസങ്ങളുണ്ടാവും. അതൊന്നും മൈൻഡിൽ വച്ചേക്കാം. ഡിന്നറിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. ഇങ്ങോട്ടേക്ക് കയറി പിന്നെയും പോയി മേടിച്ച് കൊണ്ടുവരാമെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സോ നമുക്ക് അതിനും രാജേശ്വരൻ തന്നെ ഹെൽപ്പ് ചെയ്തു. നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് നമ്മൾ രാജേശ്വരൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു. അപ്പോൾ രാജേശ്വരനാണ് പോയി ഞങ്ങൾക്കുള്ള ഫുഡ് മേടിച്ചിട്ട് വന്നത്. ഞാൻ വെജ് നൂഡിൽസും ഷിഫിൻ ടെൽമയും എഗ് നൂഡിൽസും അങ്ങാണ്ടാണ് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ ബില്ല് വന്നപ്പോൾ നമ്മൾ അതിൻ്റെ എമൗണ്ട് രാജേശ്വരന് കൊടുത്തു. അപ്പോൾ അല്ലാതെ നമ്മൾ പിന്നെ വന്നിട്ട് ഒരു ചെറിയ അവിടുന്ന് അടുത്തുള്ള ഹോട്ടലിലൊക്കെ പോയി മേടിച്ച് വരിക എന്ന് പറയുന്നത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമായിരുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയായിരുന്നു നമ്മളത് ചെയ്തിരുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ മൻസൂർ ഒരിത്തിരി നേരം ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കാനായിട്ട് വന്നു. പക്ഷെ വേറെ ആരും വന്നില്ല. അപ്പം ഞങ്ങൾ ആലോചിക്കുകയും ചെയ്തത് എന്ത് ആൾക്കാരാണിത്, ഇത്രയും ക്യാമ്പ് ഫയറും ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ട് വന്ന് 2 സ്റ്റെപ്പ് കളിക്കാൻ ഇത്ര മടിയാണോ എന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ. അങ്ങനെ ക്യാമ്പ് ഫയർ ഇവിടെ വൈൻഡപ്പ് ചെയ്തു. എന്നിട്ട് എല്ലാവരും കൂടിയിരുന്ന് ജസ്റ്റ് പേരും എവിടെ നിന്നാണ് വരണേ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രം സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നടന്നു. ഇനി ഉറങ്ങണം, നാളെ രാവിലെ നേരത്തെ എണീറ്റ് ട്രക്കിങ്ങിനൊക്കെ പോകണം, കുളിക്കാൻ പുഴയിൽ പോകണം. അപ്പോൾ അതായിരുന്നു മനസ്സ് മുഴുവൻ. എന്തായാലും ഒരു വൈബ് പ്ലേസ് തന്നെയായിരുന്നു. ഇങ്ങോട്ട് കയറി വരുന്നതും ഇറങ്ങി പോണ കാര്യങ്ങളും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഓക്കെ ആയിരുന്നു. ഇനിയുള്ള വിശേഷങ്ങൾ പാർട്ട് 3 വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.